കണ്ണുകടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണുകടിക്ക് ഈ ലക്കത്തിൽ കാണാൻ കഴിഞ്ഞത് ഇരട്ടക്കുളങ്ങര എന്ന ഗ്രാമത്തിൽ അതിക്രൂരവും കണ്ണിച്ചോരയില്ലാത്തതുമായ ഒരു പ്രവൃത്തിയാണ്. ഇരട്ടക്കുളങ്ങര കുളത്തിൽ കുളിക്കാനിറങ്ങിയ സൂണൻ എന്ന ചെറുപ്പക്കാരന്റെ തോർത്ത് കാണാനില്ല. ഒത്ത വീതിയും ഒത്ത നീളമുള്ള ഇതുപോലൊരു തോർത്ത് ആ നിവാസികൾക്കൊന്നും തന്നെ ഇല്ലെന്നാണ് സൂണന്റെ സുഹൃത്തായ രവിയുടെ വാദം. സാർ, ഞാൻ ഒരുമിച്ചാ പോയി. കഴിഞ്ഞ ഉത്രാടത്തിന് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴാണ് സൂണം വന്നെന്നെ പറഞ്ഞത് ജംഗ്ഷനിൽ വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ജംഗ്ഷനിൽ പോകാമെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ച കണ്ടെന്ന് അടിക്കാനായിരിക്കും, ഉത്രാടമല്ലേ. അങ്ങനെ ചെന്ന് അവന്റെ കൂടെ ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പം അവൻ പറഞ്ഞു തുണിക്കടയിലൊന്ന് കയറാമെന്ന് പറഞ്ഞു. തുണിക്കട കയറിച്ചിട്ട് അവൻ പറഞ്ഞു എനിക്ക് തോർത്ത് മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ചെന്ന തോർത്ത് വാങ്ങിച്ചത്. നല്ല ഒത്ത വീതി ഒത്ത നീളമുള്ള തോർത്തായിരുന്നു. ഞാൻ വാങ്ങിച്ച തോർത്തായിരുന്നെങ്കിൽ ഇച്ചിരി കണ്ണിയൊക്കെ അകന്നകന്നിരുന്നു. പക്ഷെ അവൻ വാങ്ങിച്ചത് നല്ല, അവൻ 12 രൂപ പൈസയുടെ തോർത്താ വാങ്ങിച്ചത്. നല്ല തോർത്തായിരുന്നു. അവന് വന്ന പോലെ ആർക്കും ഗതി, ഈ ഗതി ആർക്കും വരുത്തരുത്. എന്റെ ഉടുത്തോടുത്തിരിക്കുമായിരുന്നു ആ തോർത്ത്. അതാ ഇപ്പോഴും ആ തോർത്ത് അന്വേഷിച്ച് നടക്കേണ്ടി വന്നത്. അത്രയ്ക്ക് ജീവനായിരുന്നു അവൻ. രാവിലെ എടുക്കുമ്പോ തോർത്തെടുക്കുന്ന നിമ്പുര. ഒരു 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു തോർത്തി തൊട്ട്. തോർത്ത് പോയി ആർക്കും ഗതി പറ്റി. ഇത്രയുള്ള സാറേ എനിക്ക് പറയാം. എനിക്ക് ശരി സാറേ. സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്ത തോർത്ത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സൂണന്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഇപ്രകാരമായിരുന്നു. എനിക്ക് സൂണണ്ണന് 2 മക്കളാണ്. പക്ഷെ ആ മക്കളെക്കാളി അങ്ങേര് കിട്ടാങ്ങേര് തോർത്തായിരുന്നു. ആ തോർത്തില്ലാത്ത സുഗുണണ്ണനെ കാണുമ്പോ എനിക്ക് സഹിക്കൂലേ. അയ്യോ, ആ തോർത്തില്ലാത്തോണ്ട് ഞങ്ങൾ കുളിച്ചിട്ട് എത്ര നാളെന്നറിയോ. ഞങ്ങളുടെ കോളനിയിലെ പെണ്ണുങ്ങൾക്ക് സുഗുണണ്ണന്റെ തോർത്ത് കാണുമ്പോ അസൂയാണ്. അവളെ ഭർത്താക്കന്മാരെ തോർത്ത് കണ്ട അവക്കൊന്നും അസൂയല്ല. എന്റെ മക്കൾക്ക് സ്കൂളിൽ പോവാൻ വയ്യ. സ്കൂളിൽ ചെല്ലുമ്പോ പിള്ളേരും ടീച്ചർമാരെല്ലാം ഇട്ട് കളിയാക്കും തോർത്തിന്റെ പേരും പറഞ്ഞ്. നിന്റെ അച്ഛന് തോർത്തില്ലല്ല, നിന്റെ അച്ഛന് തോർത്തില്ലല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോലീസ് കേസ് കൊടുത്ത്. പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്ര നാളായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല. ഇനിയെങ്കിലും തോർത്തുള്ള ഭർത്താക്കന്മാരുള്ള ചേച്ചിമാരുടെ അപേക്ഷ ഭർത്താവിന്റെ തോർത്ത് പോവാതെ സൂക്ഷിക്കണേ. ഇങ്ങനെ ഒരു ഗതി വരരുത്. സൂണനോടൊപ്പം കുളിച്ച വാസുവിനെ സംശയിച്ച് ഞങ്ങൾ വാസുവിന്റെ വീട്ടിലെത്തി. വാസുവിന് പറയാനുള്ളത് ഇപ്രകാരമായിരുന്നു. എന്താ ഇത്? മനഃപൂർവ്വം സാറേ, മനഃപൂർവ്വം. ഞാൻ എടുത്ത കാര്യമല്ല സാറേ ഇത്. സത്യം, ഞാൻ എടുത്തിട്ടില്ല. തോർത്ത് ഞാൻ എടുത്തിട്ടില്ല. ഇത് 12 വർഷം എന്നെ അകത്താക്കാനുള്ള പരിപാടി അവർ കാണിക്കുന്നത്. ഞാൻ എടുത്തിട്ടില്ല അവിടെ തോർത്ത്. എനിക്കെന്താ വേറെ തോർത്ത്? കാരണം ഞാൻ ചെറുപ്പം മുതൽ ഞാൻ തോർത്തെടുത്ത് കുളിക്കാൻ തുടങ്ങിയവനെ, അറിയോ. ഞാൻ ഇന്നും നേരം തോർത്ത് കാണാൻ തുടങ്ങിയവനല്ല. എനിക്കിപ്പോ 10-44 വയസ്സുണ്ട്. എനിക്കിപ്പോ അറിയോ, എന്റെ 17ാമത്തെ വയസ്സിൽ എന്റെ അച്ഛൻ മേടിച്ചെന്ന അടിപൊളി തോർത്ത് എന്റെ ഇരിപ്പുണ്ട്. ഞാൻ അത് വെച്ചാൽ ഇപ്പോഴും കുളിക്കുന്നത്. മീന്റെ കൊത്തെന്തോന്ന് ഞാൻ ഇതിൽ അറിഞ്ഞിട്ടില്ല. വെള്ളത്തിൽ ഇറങ്ങിയാൽ മീന്റെ കൊത്തെന്തോന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരു കൊത്ത് പോലും കൊള്ളിക്കാതെ എന്റെ തോർത്ത് എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ തോർത്ത് എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അയാളുടെ തോർത്തെടുക്കണം. എനിക്ക് അത് മാത്രമല്ല, എനിക്ക് വേറെ വരുമാനമുണ്ട്. അതിന്റെ ഈ വിഷമം. എന്റെ തോർത്തിനോട് അവർക്ക് അസൂയ. അവർക്ക് വേണമെങ്കിൽ ഞാൻ തോർത്ത് കൊടുത്തേക്കാം. തോർത്ത് അത്രയ്ക്ക് അസൂയ അവിടെ സാറേ സംസാരിക്കണം. ഞാൻ തോർത്ത് തന്നേക്കാം, അവർക്ക് കൊടുത്തേരെ. എന്റെ തോർത്ത് ഞാൻ തന്നെ കൊടുത്തേരെ. നല്ല അടിപൊളിയായിട്ടുള്ള എന്റെ ഈ തോർത്ത് കണ്ടിട്ടായിരിക്കും അവർക്ക് അസൂയെങ്കിൽ അവരെടുത്തോട്ടെ. ഞങ്ങൾ കൊടുത്തേക്കാൻ തോർത്ത്. എനിക്ക് വേറെ വരുമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ
സാർ ഈ വിഷമം കൊണ്ട് തെറ്റിപ്പോന്നു. താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ ബോധക്കെടുത്താൽ എന്റെ തോർത്ത് അവർ ഡോക്ടർമാർ വന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചോട്ട് പോകാറുണ്ട്. ആ രീതിയിൽ എനിക്ക് വരുമാനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര കണ്ണുകടി. അല്ലെ പിന്നെ എന്നെ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? സത്യം സാറേ, ഞാൻ എടുത്തിട്ടില്ല സാറേ. വേണമെങ്കിൽ അത് തോർത്തോ. അല്ല, ചുമ്മാ മനുഷ്യനെങ്ങനെ വിഷമം കൊണ്ടാ സാറേ, വിഷമം കൊണ്ടാ. കേസ് അന്വേഷിച്ച SI രാജശേഖരന് പറയാനുള്ളത് ഇതായിരുന്നു. 2007 സെപ്റ്റംബർ 17-ാം തീയതിയാണ് ഈ സുഗുണന്റെ ഈ സംശയിക്കപ്പെടുന്ന കാണാതെ പോയ തോർത്ത് മിസ്സാവുന്നത്. അന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് സുഗുണന്റെ ഭാര്യ എന്ന് പറയുന്ന രാധാമണി എന്ന സ്ത്രീ ഞങ്ങൾക്ക് പെറ്റീഷൻ തന്നിരുന്നു. അന്നവര് അതിൽ കേസിൽ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ചുവന്ന കരയുള്ള തോർത്താണ് സുഗുണന്റെ കാണാതെ പോയത്. പക്ഷെ ഞങ്ങളുടെ പോലീസ് ഡോക്ടറോട് ജൂലി ഇതിന്റെ തെളിവ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നീലക്കരയുള്ള തോർത്തിന്റെ ഒരു തുണ്ടാണ് നമുക്ക് അതിന്റെ തെളിവായിട്ട് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കും. കാരണം ഇവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. രാധാമണി എനിക്ക് പെറ്റീഷൻ തന്നു, DGPക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. രാധാമണിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും കൊടുത്തു. അതുകൊണ്ട് എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് കൊടുത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇത് അന്വേഷിക്കും. തോർത്തിന്റെ കരയാണോ അതോ സുഗുണന്റെ വരയാണോ ശരിയല്ലാത്തതെന്ന് നമുക്ക് കണ്ണാടിയിൽ കാണാം. മാസങ്ങളോളം നനയ്ക്കാതെയും കുളിക്കാതെയും നിൽക്കുന്ന സുഗുണന്റെ വീട്ടുകാരുടെ നാറ്റം സഹിക്കാനാവാതെ അയൽവാസികൾ അവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, സുഗുണന്റെ വീട്ടിന്റെ ഭാഗങ്ങളിൽ സ്ഥലത്തിന് വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പോലും അവിടെ കാലുകുത്തില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. സുഗുണന്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥ നമുക്കൊന്ന് കാണാം. പിള്ളേർ പാറക്കല്ലിൽ കിടന്ന് ഉരുളുന്നു. പിള്ളേർ പാറക്കല്ലിൽ കിടന്ന് ഉരുളുന്നു. എന്തോ ചെയ്യാനാ? മൂത്തവന്റെ ആഗ്രഹം കുളത്തിൽ ചെന്നൊന്ന് മുങ്ങട്ടെ എന്ന്. വെറുതെ മുങ്ങിട്ട് കാര്യമുണ്ടോ? തുടക്കാൻ തോർത്ത് വേണ്ട. എവിടെ ഏത് കാലമാണ് എടുത്തോണ്ട് പോയാലും ഗുണം പിടിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ചുണഞ്ഞ താടി. സുഗുണന്റെ ഈ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കണ്ണാടിക്കും അതിയായ ദുഃഖമുണ്ട്. ഇവർക്ക് ഈ കുടുംബത്തിനൊരു തോർത്ത് വാങ്ങിക്കാൻ സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ലണ്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അയക്കേണ്ട വിലാസം കണ്ണുകടി, പ്ലാവളക്കോണം, തടിയൂർക്കാവ് PO, തിരുവനന്തപുരം. കണ്ണുകടി ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് TV-യിലെ മറ്റു ചില പ്രോഗ്രാമിലേക്കാണ്. 2 കാലും നഷ്ടപ്പെട്ട് സ്ഥിരമായി ലോങ് ജമ്പിൽ വിന്നറായിക്കൊണ്ടിരിക്കുന്ന ഓട്ടക്കാരൻ ബ്രൂസിലിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ലോട്ടറി കച്ചവടമാണ്. അപ്പം നമുക്ക് വേറെ മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. ഈ 2 കാലും ഇറങ്ങിയാണ് ഞാൻ നടക്കുന്നത്. 3 പിള്ളേരുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു സംഭവം ഇല്ല. സർക്കാരിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് എടുത്തെടുക്കും, ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സർക്കാർ എടുത്തെടുക്കും. അപ്പൊ ഇവർ രണ്ടും കൂടെ ഇങ്ങനെ അടിയുണ്ടാക്കി നമുക്ക് മറ്റു ആനുകൂല്യമൊന്നുമില്ല. നമ്മളിങ്ങനെ നിരങ്ങി ജീവിക്കുക. സുഗുണൻ വളരെ വ്യക്തമായി പറയൂ. സുഗുണൻ വളരെ ആലോചിച്ച് വളരെ വ്യക്തമായി പറയൂ. സാർ അവിടെ ചെറുതായിട്ടൊന്ന് തെറ്റി. അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സാർ. കട്ട് ചെയ്യേണ്ട കാര്യം എന്താ? അല്ലാതെ പിന്നെ ആ ടൈമിംഗിൽ ഇവിടുന്ന് ഒരു മ്യൂസിക് ഇടാനുണ്ടാകും. ആയിക്കോട്ടെ, നിങ്ങൾ അതിനിടയ്ക്ക് ഇറങ്ങി വരാൻ പാടില്ല. അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല. അതിനിടയ്ക്ക് എന്തെങ്കിലും ആക്ഷൻ കൊടുത്തോ വേറെ ആൾക്കാർക്ക് മ്യൂസിക് എന്തെങ്കിലും പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. കട്ട് ചെയ്തിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കല്ലേ, റിയാലിറ്റി ആയിട്ട് പൊക്കോണ്ടിരിക്കല്ലേ. ഇവിടുത്തെ തെറ്റല്ലേ? അതെ, മ്യൂസിക് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കാം. മ്യൂസിക് എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ജഡ്ജസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. റിഹേഴ്സലിന്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അത് പറയൂ, റിഹേഴ്സലിന്റെ കുഴപ്പം പറയൂ. നിങ്ങൾ അതിപ്പോ ഓർക്കസ്ട്രയുടെ മിസ്റ്റേക്ക് ആണോ ആരുടെ മിസ്റ്റേക്ക് ആണോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞങ്ങൾ ഈ പ്രവാസി ലോകം എന്നും പറഞ്ഞൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ഗ്രൂമിങ്ങിന് ഞങ്ങളെ കേൾപ്പിച്ചപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു അത് നരിയാപുരം വേണും ടീമും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മാറ്റിച്ച്. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഒരു കോമഡി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് റിഹേഴ്സലിനുള്ള ടൈമൊന്നും. ഇതൊക്കെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾ ഇറങ്ങി വന്നത് എന്തിന്? ഇറങ്ങി വന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്ന് പറയാൻ നമ്മൾ ഒരു സാറേ
അനൂപിന്റെ അടുത്ത് രതീഷിന്റെ അടുത്ത് ഈ സംഭവം ഞങ്ങൾ കേൾപ്പിച്ചതാ. പെട്ടെന്ന് അവര് മാറ്റാൻ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചിരിപ്പിക്കാനുള്ള സാധനം എങ്ങനെ എഴുതും സാറേ? വിഷമമുള്ളതുകൊണ്ട് പറയുക. ടെക്നിക്കലായിട്ട് ഒരു ലൈറ്റ് ഓഫ് ആയാൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ തെറ്റല്ല. ഇത് നിങ്ങളുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഓഫ്കോഴ്സ്. പക്ഷെ നിങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അത് റിയാലിറ്റി ഷോ അല്ലേ നെൽസൺ ചേട്ടാ? എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല. ജോബി ഒരു മിനിറ്റ് ജോബി, ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഒരു മിനിറ്റ് ജോബി. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും പാടില്ല. ഇത് സ്റ്റേജിൽ നിൽക്കൂ, ഞങ്ങൾ പറയാനുള്ളത് കേൾക്കണം. ശ്രുതിയെടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ. ഒരു സംഭവം നമ്മൾ ചെയ്തുകൊണ്ട് വന്ന് പെട്ടെന്ന് ഒരു മാറ്റാൻ പറയുമ്പോൾ ഞങ്ങളെ ഇവിടെ നിർത്തിട്ട് വെച്ചു. അതൊക്കെ വിഷയം വേറെയാണല്ലോ. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും. നിങ്ങളുടെ ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഹലോ അങ്ങനെ അതൊരു വികാരപരമായിട്ടൊന്നും സമീപനം പാടില്ല. ഞാൻ പറയാതെ ഇത് ജഡ്ജസ് പറയുന്നത് കേൾക്കൂ, കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും. സംസാരിച്ച് നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. ഒരു മിനിറ്റ് ശ്രുതി, ഒരു മിനിറ്റ്. 3 പ്രാവശ്യം പറയാം സാറേ കയറിയപ്പം 3 പ്രാവശ്യം ചേട്ടൻ ഒരു പീസ് ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇവിടുന്ന് എന്തുകൊണ്ട് തെറ്റുപറ്റി? ഞാൻ ചോദിക്കാം. അത് ഞാനാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ചോദിക്കേണ്ടത്. അത് ചോദിക്കട്ടെ, നിങ്ങളടുത്ത് പറഞ്ഞിരുന്നോ? ഓർക്കസ്ട്രയോട് പറഞ്ഞിട്ടില്ല. നെൽസൺ ചേട്ടാ ഒന്ന് പറയൂ, ഓർക്കസ്ട്രയോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ മ്യൂസിക്കിനെ പറ്റി. ഓർക്കസ്ട്ര മറന്നുപോയാൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. നല്ല ടേക്ക് ഓഫ് ആയിരുന്നു നിങ്ങളുടെ പ്രോഗ്രാം. എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ഷോ ആയിരുന്നു ഇത്. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരുന്നു, നിങ്ങൾ പറഞ്ഞില്ല. ഒരു മിനിറ്റ് ഈ ചോറ് ബന്ധമൊന്നും എല്ലാ പറ്റും ഇങ്ങനെ ഞെക്കി നോക്കണ്ട. ഒറ്റ പറ്റി എനിക്ക് നോക്കിയാൽ മതി. അതുപോലെ അത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ. അല്ലേ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം പ്ലീസ്. അല്ല, അങ്ങനെ ഫീൽ ചെയ്താൽ നമുക്കും ഫീൽ ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് പാടില്ല. ഇതുവരെ നല്ല മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ടാകും. അതെ അത് കുഴപ്പമില്ല. ആ ഫീലായിരിക്കാം, അത് കുഴപ്പമില്ല. ഇതിന് മോശം മാർക്കെന്ന് നിങ്ങൾ ഇപ്പോഴേ അങ്ങ് നിങ്ങളെ മുൻവിധി എഴുതുന്നത് എന്തിനാണ്? ഇടയ്ക്ക് വെച്ചിട്ട് നിന്ന് പോയില്ലേ സാറേ? അത് ജഡ്ജസ് ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ എന്നോട് പറയാതെ അത് പ്രേക്ഷകരോട് ക്ഷമിക്കണം. എല്ലാത്തിനും ഇങ്ങനെ ചാടി സംസാരിക്കരുത്. ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം സംസാരിക്കണം. സംസാരിക്കണം ബാക്കിലോട് നമ്മളോട് സംസാരിച്ചാൽ മതി. സാധനം സംസാരിച്ചു. മൊണോഫോൺ കോമഡി എന്ന് പറയുന്നതിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് വരും മാനസികമായിട്ടും. എല്ലാവർക്കും നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളാ. ഇതൊക്കെ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഇതുവരെയായിട്ട് നിങ്ങൾ ശരിക്കും പെർഫോം ചെയ്യണ്ടായിരുന്നു. തുടക്കത്തിൽ തൊട്ട് ഇതുവരെയായിട്ട് ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. ഓഡിയൻസ് എൻജോയ് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് കട്ട് എന്തിനാ വിളിച്ചത്? നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. ബാക്കി ഈ കഥ ഇപ്പൊ ജഡ്ജസ് അറിഞ്ഞില്ല. അവര് ഡിസൈഡ് ചെയ്യട്ടെ മാർക്സും കമന്റ്സ് ഒക്കെ. അതെന്തിനാ നിർത്തണം? തീരുമാനം ഞങ്ങളാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയൂ. അല്ലല്ല, ഞങ്ങൾ പിന്മാറാൻ തീരുമാനിച്ചു. അത് പറ്റില്ല. ശരിയായിട്ടുള്ള രീതിയല്ല. അത് തെറ്റാണ് ജോബി, അത് തെറ്റാണ്. നിങ്ങൾ ഇവിടെ കമ്മിറ്റ്മെന്റ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്യണം. തെറ്റാണത്. എല്ലാവരും ക്ഷമിക്കണം, ജഡ്ജസ് ക്ഷമിക്കണം, ഓഡിയൻസ് ക്ഷമിക്കണം. ഇത് VIP ടീമിന്റെ തരിവിട എന്നൊരു ചെറിയ പ്രോഗ്രാമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കൈയടി. ഞങ്ങളുടെ ക്യാമറാമാൻ ഉണ്ട്, തരിവിട ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ അജി മനാപ്പള്ളി. അങ്ങനെ വരട്ടെ. എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. ശ്രുതിക്ക് താങ്ക് യു വെരി മച്ച്. Time for another small break before ending the program. Stay tuned to Vodafone Comedy Stars. നിങ്ങൾ കുറെ നേരം